നിറഞ്ഞവരെ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 47 മുതൽ 57 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുന്ന ആലോചന സംഘത്തെയാണ് ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുക. 48-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അതെ, ജീർണിച്ച് അഴുകി തുടങ്ങിയ ലാസറിനെ ഉയർപ്പിച്ച കർത്താവിൽ മറ്റുള്ളവർ വിശ്വസിക്കുന്നതിൽ ആകുലരാകുന്ന ഒരു കൂട്ടം ജനങ്ങൾ വലിയ സത്യം കൺമുൻപിൽ കണ്ടിട്ടും അധികാരം അവരുടെ കണ്ണടച്ച് ഇരുട്ടാക്കിയിരിക്കുന്നു. അതെ, തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഇന്നും നമ്മുടെ ഈ ലോകത്തിൽ അധിവസിക്കുന്നു. തന്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച പരമകാരുണ്യവാനായ നല്ല തമ്പുരാന്റെ ആ ദിവ്യസ്നേഹം മനസ്സിൽ ആഴത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നോമ്പുകാലത്ത് നമുക്കും മറ്റുള്ളവരുടെ നന്മകളെ സ്വായത്തമാക്കുവാനും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാനുമുള്ള നല്ല ശീലം വാർത്തെടുക്കുന്നവരായി നമ്മൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയട്ടെ. എല്ലാവരിലും ഈശോയെ കണ്ടുകൊണ്ട് അവരിലെ നന്മകളെ പ്രോത്സാഹിപ്പിക്കുവാനായി ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പടി കൂടി നമുക്ക് ഈശോയിലേക്ക് അടുക്കുന്നവരാകാം.